കല്ലട ബസ്സിൽ നിന്ന് തനിക്കും ദുരനുഭവം നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് വെളിപ്പെടുത്തി ജോമോൾ ജോസഫ്. നട റോഡിൽ അതീവ അപകടകരമായി വാഹനമോട്ടിക്കുകയും കൈക്കുഞ്ഞുമായി യാത്ര ചെയ്യുന്ന സ്ത്രീയെ അടക്കം കേട്ടാൽ അറയ്ക്കുന്ന തെറി പറയുകയും അപമാനിക്കുകയും സ്ത്രീയും കുട്ടിയും അടങ്ങുന്ന കുടുംബത്തെ നട റോഡിൽ കയ്യേറ്റം ചെയ്യാനും ആക്രമിക്കാനും ശ്രമിക്കുകയും ചെയ്തിട്ടും പോലീസിന്റെ നിലപാട് മോശമായിരുന്നു എന്നും യുവതി പറയുന്നു. യുവതിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: ഒരു വർഷം മുമ്പ് വൈകിട്ട് എറണാകുളത്ത് ഞങ്ങൾ താമസിക്കുന്ന കുണ്ടന്നൂരിൽ നിന്ന് വൈറ്റില ഗോൾഡ് സൂക്കിൽ സിനിമയ്ക്കായി സ്കൂട്ടറിൽ പോവുകയായിരുന്നു. ഞാനും മകനും വിനുവും കൂടെ. വിനുവാണ് സ്കൂട്ടർ ഓടിച്ചിരുന്നത്. മകൻ എൻ്റെ കൂടെ പിന്നിലും. കുണ്ടന്നൂർ ജംഗ്ഷൻ കഴിഞ്ഞ പാടെ സുരേഷ് കല്ലടയുടെ ബാംഗ്ലൂർ ബസ് ഇടതുവശത്തെ ട്രാക്കിൽ നിന്ന് പെട്ടെന്ന് തന്നെ വലതുവശത്തെ ട്രാക്കിലേക്ക് പിന്നിൽ നിന്നും ഞങ്ങളെ അതിവേഗതയിൽ മറികടന്ന് കയറുകയും സ്കൂട്ടറിൽ ബസിന്റെ പിൻഭാഗം തട്ടുമെന്നായപ്പോൾ ഞങ്ങൾ സ്കൂട്ടർ പെട്ടെന്ന് വെട്ടിച്ചു മാറ്റി വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. വെട്ടിച്ച് മാറാതിരുന്നുവെങ്കിൽ ഞങ്ങൾ 3 പേരും ബസ്സിനടിയിൽ പെട്ടേനെ. ഞങ്ങൾ പേടിച്ച് വിറച്ചുപോയി. പുറകിൽ വന്ന കാറുകാരൊക്കെ ഇത് കണ്ട് പേടിച്ച അവസ്ഥയിലായിരുന്നു. നിർത്താതെ പോയ ബസ്സിനെ തൈക്കുടം ബ്രിഡ്ജിന് തൊട്ടു മുമ്പ് വച്ച് ഞങ്ങൾ ഫോളോ ചെയ്തെത്തി. ബസ്സിന്റെ ക്യാബിനിലുള്ളത് ഡ്രൈവറും ക്ലീനറും മാത്രം. സ്കൂട്ടറിൽ നിന്ന് തന്നെ എന്ത് പണിയാണ് ചേട്ടാ എന്ന് വിനു ഡ്രൈവറോട് ചോദിക്കുകയും ചെയ്തു. പിന്നെ ക്യാബിനുള്ളിൽ നിന്ന് കേട്ടാലറയ്ക്കുന്ന തെറിയുമായി അവർ ഓടുന്ന ബസ്സിൽ നിന്ന് ഞങ്ങളെ നേരിട്ടത്. അവരെ വെറുതെ വിടാതെ ഞങ്ങൾ ബസ്സിന് മുന്നിൽ സ്കൂട്ടർ കയറ്റിപ്പിടിച്ച് ബ്ലോക്കിട്ട് കൊണ്ടുപോയി. സഹായത്തിന് അപകട സാധ്യത നേരിക്കണ്ട കാറുകാരുമുണ്ടായിരുന്നു. അവർ വൈറ്റിലയിലെ അവരുടെ ഓഫീസിന് മുന്നിൽ ബസ് അടുപ്പിച്ചു. ബസ് നിർത്തിയ പാടെ ക്ലീനർ ചാടിയിറങ്ങി ഞങ്ങളെ തല്ലാനായി വന്നു. വിനുവും പുറകെ വന്ന കാറുകാരനും ക്ലീനർ തല്ലാനായി വരുന്നത് കണ്ട നാട്ടുകാരും എല്ലാം കൂടെ ആകെ ബഹളമായി. കല്ലടയുടെ ജോലിക്കാർ ഓഫീസിൽ നിന്ന് ചാടി വന്നു. അപ്പോഴേക്കും കാറുകാരൻ വിളിച്ചു പറഞ്ഞത് പ്രകാരം കൺട്രോൾ റൂമിൽ നിന്നും മരട് പോലീസ് സ്റ്റേഷനിൽ നിന്നും പോലീസും ജീപ്പും എത്തി. പരാതിയുമായി മുന്നോട്ട് പോകാനായി നോക്കിയപ്പോൾ ട്രിപ്പ് മുടങ്ങും, യാത്രക്കാരെ ബാധിക്കും, പകരം ജീവനക്കാരില്ല തുടങ്ങിയ മുടന്തൻ ന്യായങ്ങൾ കല്ലട ജീവനക്കാർ പറഞ്ഞതനുസരിച്ച് പോലീസ് അവരെ വാഹനവുമായി പോകാൻ അനുവദിക്കുകയും പ്രശ്നമുണ്ടാക്കിയ ജീവനക്കാർ തന്നെ ബസ് നിറയെ യാത്രക്കാരുമായി ബാംഗ്ലൂരിലേക്ക് പോവുകയും ചെയ്തു. പോലീസ് അന്ന് പറഞ്ഞത് നാളെ സ്റ്റേഷനിൽ വന്ന് പരാതി തരൂ എന്നാണ്. നട റോഡിൽ അതീവ അപകടകരമായി വാഹനമോട്ടിക്കുകയും കൈക്കുഞ്ഞുമായി യാത്ര ചെയ്യുന്ന സ്ത്രീയെ അടക്കം കേട്ടാൽ അറയ്ക്കുന്ന തെറി പറയുകയും അപമാനിക്കുകയും സ്ത്രീയും കുട്ടിയും അടങ്ങുന്ന കുടുംബത്തെ നട റോഡിൽ കയ്യേറ്റം ചെയ്യാനായും ആക്രമിക്കാനായും ശ്രമിക്കുകയും ചെയ്തിട്ടും പോലീസിന്റെ നിലപാട് ഇതായിരുന്നുവെങ്കിൽ സുരേഷ് കല്ലട ഗ്രൂപ്പിന് വഴിവിട്ട് പോലീസ് സഹായം കിട്ടുന്നുണ്ട് എന്നത് വ്യക്തമാണ്. കേരളത്തിലെ പ്രധാന നഗരങ്ങളിലെ പോലീസിലെ പല ഉന്നതരുടെയും വഴിവിട്ട സഹായം സുരേഷ് കല്ലട ഗ്രൂപ്പിന് ലഭിക്കാതെ ഇതൊന്നും കേരളത്തിൽ നടക്കില്ല എന്നതാണ് വസ്തുത. കൊടുക്കേണ്ടത് കൊടുക്കേണ്ടവർക്ക് കൊടുത്തു തന്നെയാണ് സുരേഷ് കല്ലട ബസ് സർവീസ് നമ്മുടെ റോഡുകളിലൂടെ കുതിച്ചു പായുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.